Hello everyone, welcome to G-Board Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Board 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഏറ്റവും കുറച്ച് മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവ്മെന്റ് ഓഫ് ദി എർത്ത് റൊട്ടേഷൻ റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണം. ഏറ്റവും കുറച്ച് മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, കാരണം നിങ്ങളുടെ ഓണത്തിൻ്റെ പോർഷനുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് വളരെ കുറച്ച് മാർക്ക് നിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ ഇതിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ഒന്ന് ഹോംവർക്ക് ആയിട്ട് ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് 2-3 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഹോംവർക്കിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സോഷ്യൽ സയൻസിൽ എത്ര ചാപ്റ്റർ പഠിച്ചു എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തോ. പിന്നെ ശ്രദ്ധിക്കണേ, കൊറിയോളിസ് ഫോഴ്സ് അഥവാ കൊറിയോളിസ് ബലവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഭ്രമണം കാരണം ഉണ്ടാകുന്ന ഒന്നാണ് ഇത് കൊറിയോളിസ് എഫക്റ്റ് അഥവാ കൊറിയോളിസ് പ്രഭാവം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്ക്, ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടേക്കും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടേക്കും എന്ത് ചെയ്യുന്നു? ദ വിൻഡ്സ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ്. കാറ്റുകൾ എന്ത് ചെയ്യുന്നു? വ്യതിചലിക്കുന്നു. അല്ലെങ്കിൽ ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ്. സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ വ്യതിചലിക്കുന്നു. ഇതിന് കാരണമാകുന്ന എഫക്റ്റ് അഥവാ പ്രഭാവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറിയോളിസ് എഫക്റ്റ് അഥവാ കൊറിയോളിസ് പ്രഭാവം. അല്ലെ, ഫ്രീലി മൂവിങ് ബോഡീസിലെ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടേക്കും സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്ത് ചെയ്യുന്നു? ഇടത്തോട്ടേക്കും വ്യതിചലിക്കുന്നു. ഇതിന് കാരണമാകുന്ന എഫക്റ്റ് അഥവാ പ്രഭാവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറിയോളിസ് പ്രഭാവം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ കൊറിയോളിസ് ഫോഴ്സ് അഥവാ കൊറിയോളിസ് പ്രഭാവം വിൻഡ് അഥവാ കാറ്റിനെ സ്വാധീനം കണ്ടെത്തിയ ഒരാളാണ് ആര്? നമ്മുടെ അഡ്മിറൽ ഫെറലിട്ടോ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്തോ, ഓർത്ത് വെച്ചോ. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാടാ? പെരീലിയൻ ആൻഡ് ആഫീലിയൻ. ശ്രദ്ധിക്കണേ, സൂര്യ സമീപകവും സൂര്യോച്ചവുമായി ബന്ധപ്പെട്ടാണ്. സോ ജനുവരിയിൽ ദ എർത്ത് ആൻഡ് സൺ, ഭൂമിയും സൂര്യൻ തമ്മിലുള്ള ദൂരം ഏറ്റവും അടുത്ത് വരും. എന്നാണ് അടുത്ത് വരിക? ജാനുവരി 3 അല്ലേ? ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെരീലിയൻ അഥവാ സൗര സമീപകം. അന്നത്തെ ഡിസ്റ്റൻസ് നോക്കി വെക്കണേ, 147 മില്യൺ കിലോമീറ്റർ ആണ്, അല്ലെ, 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. അപ്പോൾ എർത്ത് ആൻഡ് സൺ, സൂര്യനും ഭൂമിയും ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പെരീലിയൻ അഥവാ സൗര സമീപകം. ഈ ഭൂമി സൂര്യൻ നമ്മൾ ഏറ്റവും അകലെ പോകുന്ന ദിവസം നമ്മൾ എന്ത് വിളിക്കുന്നു? ആഫീലിയൻ അഥവാ സൗരോച്ചം. അതെന്നാണ്? ജൂലൈ 4 ഈ ഡേറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. അന്നത്തെ ഡിസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്. അതായത് ക്വസ്റ്റ്യൻ കണ്ടത്, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ എന്താടാ? നമ്മുടെ ടോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ, അതായത് സമ്മർ സോൾസ്റ്റേഴ്സ് അഥവാ ഗ്രീഷ്മ അയന ദിനമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, സമ്മർ ആൻഡ് വിന്റർ സോൾസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഈ 3 ഡേറ്റ്സ്, ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. സമ്മർ സോൾസ്റ്റേഴ്സ് അഥവാ ഗ്രീഷ്മ അയനാ ദിനം, അതേപോലെ വിന്റർ സോൾസ്റ്റേഴ്സ് അഥവാ ശൈത്യ അയനാ ദിനം. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ടേബിൾ ഈ ഒരു ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ചാൽ മതി. അതായത് മാർച്ച് 21 സെപ്റ്റംബർ 23 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, സൂര്യന്റെ അയനസ്ഥാനം എന്തിന്റെ മുകളിലായിരിക്കും? ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും. ആ ദിവസം നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിനോക്സ് അഥവാ വിഷുവങ്ങൾ. മാർച്ച് 21 നമ്മൾ എന്ത് വിളിക്കുന്നു? വസന്ത വിഷുവം. മാർച്ച് 21 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പ്രിംഗ് ഇക്വിനോക്സസ് അഥവാ വസന്ത വിഷുവം എന്നും. സെപ്റ്റംബർ 23 നമ്മൾ എന്ത് വിളിക്കുന്നു? ഓട്ടം ഇക്വിനോക്സസ് അഥവാ ശരത് വിഷുവം എന്നും വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? ഓട്ടം ഇക്വിനോക്സ് അഥവാ ശരത് വിഷുവം എന്ന് വിളിക്കുന്നു. സോ ഇക്വിനോക്സ് അഥവാ വിഷുവത്തിന് അകത്ത് പ്രത്യേകം എന്താണ്? ദ ഡ്യൂറേഷൻ വിൽ ബി ഈക്വൽ. രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ ഒരു പ്രത്യേകം പഠിച്ചു വെക്കണേ. ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനത്തിന് അന്ന് ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ. രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായണ രേഖയ്ക്ക് മുകളിൽ എന്ത് വരുന്നു? സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, സൂര്യന്റെ അയനസ്ഥാനം വരുന്നത് ജൂൺ 21 ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സമ്മർ സോൾസ്റ്റേഴ്സ് അഥവാ ഗ്രീഷ്മ അയനാ ദിനം. നിങ്ങൾ ശ്രദ്ധിക്കുക, സമ്മർ സോൾസ്റ്റേഴ്സ് അഥവാ ഗ്രീഷ്മ അയനാ ദിനത്തിന് അന്ന് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. സൂര്യന്റെ അയനസ്ഥാനം എവിടെയാണ്? ഉത്തരാർദ്ധ ഗോളത്തിലാണ്. സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ അഥവാ സൂര്യന്റെ അയനസ്ഥാനം ഏത് ഹെമിസ്ഫിയർ അഥവാ ഏത് അർദ്ധഗോളത്തിലാണോ അവിടെ എന്ത് കൂടുതലായിരിക്കും? ഡേ അഥവാ പകൽ കൂടുതലും, നൈറ്റ് അഥവാ രാത്രി എന്തായിരിക്കും? കുറവുമായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ അഥവാ സൂര്യന്റെ അയനസ്ഥാനം എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിൽ. അപ്പോൾ എന്താ? ഉത്തരാർദ്ധ ഗോളത്തിൽ ഡേ അഥവാ പകൽ കൂടുതലും രാത്രി എന്തായിരിക്കും? കുറവുമായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ ഇക്വിനോക്സ് അഥവാ സമ്മർ സോൾസ്റ്റേഴ്സിന് അന്ന് ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്, ദൈർഘ്യം കൂടിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും. സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയുടെ മുകളിൽ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ വരുന്നത് ഡിസംബർ 22 ആണ്. അത് നമ്മൾ എന്ത് വിളിക്കുന്നു? ശൈത്യ
ശൈത്യ അയനാദ ദിനം. എന്താ വിളിക്കുന്നത്? ശൈത്യ അയനാദ ദിനം അഥവാ വിന്റർ സോൾസ്റ്റേഴ്സ് വിളിക്കുന്നു. വിന്റർ സോൾസ്റ്റേഴ്സ് അഥവാ ശൈത്യ അയനാദ ദിനത്തിന് അന്ന് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ? സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. സോ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ അഥവാ സൂര്യന്റെ അയനസ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണോ അവർ എന്ത് കൂടും? ഡേ അഥവാ പകൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. രാത്രി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഡേയ്സ് നിങ്ങൾ പഠിക്കാതെ എന്ത് ചെയ്യരുത്? എക്സാമിന് പോകരുത്. ഇതേപോലെ തന്നെ സീസൺസ് അഥവാ ഋതുക്കളുണ്ട്. 4 ഋതുക്കൾ നമുക്ക് പഠിക്കാനുണ്ട്. സ്പ്രിംഗ് അഥവാ വസന്തകാലം, ഇതിൻ്റെ സവിശേഷത ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? എക്സാമിന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ സമ്മർ അഥവാ ഗ്രീഷ്മകാലം, ഇതിൻ്റെ ഫീച്ചേഴ്സ് അഥവാ സവിശേഷത എക്സാമിന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഓട്ടം അഥവാ ശരത്കാലം, ഇതിൻ്റെ സവിശേഷത എക്സാമിന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ വിൻ്റർ അഥവാ ശൈത്യകാലം, ഇതിൻ്റെ സവിശേഷതയും എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 4 സീസൺസ് അഥവാ 4 ഋതുക്കളുടെ സവിശേഷത. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. 5 മാർക്കിന് നിങ്ങൾ ആനുവൽ ചോദിക്കില്ല, 1-2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഗ്രീനിച്ച് ടൈം, സ്റ്റാൻഡേർഡ് ടൈം. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? മോഡൽ നിങ്ങളെ ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വേൾഡിൽ സമയം അഥവാ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാ ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ നമ്മൾ ലോകത്ത് സമയം കണക്കാക്കുന്നത്. എന്തിൻ്റെ ബേസിലാണ്? ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രീനിച്ച് ലൈൻ. എന്തുകൊണ്ടാണ് 0 ഡിഗ്രി നമ്മൾ ഗ്രീനിച്ച് ലൈൻ എന്ന് വിളിക്കാൻ കാരണം? ഇറ്റ് പാസസ് ത്രൂ എ പ്ലേസ് കോൾഡ് ഗ്രീനിച്ച് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ചിലൂടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലൈന് കടന്നു പോകുന്നു. എന്താണ് ഈ ഒരു ലൈനിൻ്റെ പ്രത്യേകത? വെർ റോയൽ ഒബ്സർവേറ്ററി സിറ്റുവേറ്റഡ്. ഗ്രീനിച്ച് ലൈൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? അന്നത്തെ ഇംഗ്ലണ്ടിലെ പുരാതനമായൊരു വാന നിരീക്ഷണ കേന്ദ്രം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ഗ്രീനിച്ച് ലൈൻ അഥവാ ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുന്നു. ഈ ഗ്രീനിച്ച് ലൈൻ അഥവാ ഗ്രീനിച്ച് രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോകത്തേക്ക് മൊത്തം ടൈം കണക്കാക്കുന്നത്. ഈ ടൈം നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രീനിച്ച് സമയം എന്ന് വിളിക്കുന്നു. വേൾഡ് വൈഡ് ലോകം മൊത്തം സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയായതുകൊണ്ട് ഇതിനെ എന്തുകൂടി വിളിക്കുന്നുണ്ട്? പ്രൈം മെറിഡിയൻ അഥവാ പിന്നെ പ്രൈം മെറിഡിയൻ മലയാളത്തിൽ വിളിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ, സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയമുണ്ട്. എന്താ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ ഗ്രീൻവിച്ച് ലൈനും 0 ഡിഗ്രി എന്ന് വിളിക്കുന്ന ഗ്രീനിച്ച് ലൈനും ഓരോ കൺട്രിയിലൂടെ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ സമയം കണക്കാക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒരു രാജ്യം, ഇത് എ എന്ന് പറഞ്ഞ രാജ്യമാണ്. ഈ രാജ്യത്തോട് 1, 2, 3, 4, 5 ലോഞ്ചിറ്റ്യൂഡ് അഥവാ 5 രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. ഈ 0 ഡിഗ്രിയും ഈ ഓരോ ലോഞ്ചിറ്റ്യൂഡുമായിട്ടുള്ള ടൈം നമ്മൾ കണക്കാക്കുമ്പോൾ ഈ രാജ്യത്ത് എന്ത് വരും? ഇവിടെ ഒരു സമയം വരും, ഇവിടെ ഒരു സമയം വരും, ഇവിടെ ഒരു സമയം വരും, ഇവിടെ ഒരു സമയം വരും, ഇവിടെ ഒരു സമയം വരും. അപ്പോൾ രാജ്യത്ത് 5 ഡിഫറെൻറ്റ് ടൈംസ് അഥവാ 5 വ്യത്യസ്ത സമയം ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യാനായിട്ട് ദ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി, ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ആ രാജ്യത്തേക്ക് മൊത്തമുള്ള സമയം കണക്കാക്കുന്നു. അപ്പോൾ അങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം. ആ സമയത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം എന്ന് വിളിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റിൽ നോക്കാനുള്ളത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് അല്ലേ. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലേ, 180 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇതിന് ചെറിയ വളവുകളും തിരിവുകളും ഉണ്ട്. ഇങ്ങനെ വളവുകളും തിരിവുകളും കൊണ്ടുവരാനുള്ള കാരണം എന്താ? അത് സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ വളവും തിരിവില്ലാതെ നേരെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദ സെയിം പ്ലേസ് വിൽ എക്സ്പീരിയൻസ് 24 hours ഓഫ് ടൈം ഡിഫറൻസ് അല്ലേ. ഒരേ പ്രദേശത്ത് തന്നെ 24 മണിക്കൂർ സമയ വ്യത്യാസം അനുഭവപ്പെടും. സോ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് ഇത് നേരേഖയായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ദ സെയിം പ്ലേസ് വിൽ എക്സ്പീരിയൻസ് 24 hours ഓഫ് ടൈം ഡിഫറൻസ്. ഒരേ പ്രദേശത്ത് തന്നെ എന്ത് അനുഭവപ്പെടുന്നു? 24 മണിക്കൂർ സമയ വ്യത്യാസം അനുഭവപ്പെടുന്നു. അത് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്? ഇതിലിങ്ങനെ ചെറിയ ചെറിയ ഡീവിയേഷൻസ് വരുത്തി ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഹോംവർക്കിന് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഏറ്റവും വെയിറ്റേജ് കുറവുള്ള ഒരു ചാപ്റ്ററാണ്, 3ാമത്തെ ചാപ്റ്റർ. നിങ്ങൾ 10, 11, 12 നന്നായിട്ട് 10, 11, 12, 13 ഈ 4 ചാപ്റ്റേഴ്സും നന്നായി പഠിച്ചു വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.